ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞത്, അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ. അടിയന്റെ സങ്കടത്തെ നോക്കി എന്റെ സങ്കടം മാറുന്നൊരു മറുപടിയെ നീ തന്നാൽ. ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ സങ്കടത്തിന്റെ മറുപടി ഉടനെ ദൈവത്തിൽ നിന്ന് വരും. ചില വീടുകൾക്കകത്ത് മറുപടി വെളിപ്പെടാൻ പോവുക. ഒരു കുഞ്ഞ് തുള്ളിക്കളിക്കുന്ന പോലെ നിന്റെ മറുപടി നിന്റെ വീട്ടിൽ തുള്ളിക്കളിക്കാൻ പോവുക. നീ ദുഃഖിച്ചു സങ്കടപ്പെട്ടത് മതി, നീ വ്യാകുലപ്പെട്ട് നിലവിളിച്ചത് മതി. ഇന്ന് പരിശുദ്ധാത്മാ പറയുക, ഞാൻ നിന്റെ ദുഃഖം മാറ്റി നിനക്ക് സന്തോഷം തരും. ഓ ഹല്ലേലൂയ! എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ഇച്ചിരൂടെ ഗഹനമായിട്ട് വരാം. 2023 എന്ന വർഷം സങ്കടപ്പെട്ട് കരയുന്ന വർഷമല്ല. മനസ്സിൽ പറയണം, എൻ്റെ ദുഃഖകാലം തീരാൻ പോവാ. എത്ര പേര് അതിന് ആമീൻ പറയും? ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കുമ്പോൾ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെയും 10-ാമത്തെയും വാക്യം കൂടെ വായിക്കാം നമുക്ക്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രയീമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടെയിരുന്നു. സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ദൈവം അവനോട് കൂടെ ഇരുന്ന് അവനെ സകല സങ്കടങ്ങളിൽ നിന്നും വിടുവിച്ചു. ഞാൻ ഇച്ചോടെ ഗഹനമായി ദൂത് തരാൻ പോകും. ഒരു സങ്കടമല്ല, സകല സങ്കടങ്ങളിൽ നിന്നും. ആരോടും തുറന്നു പറയാൻ കഴിയാതെ നീ നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ ഉറക്കം കെട്ടുപോകത്തക്ക രീതിയിൽ നിന്നെ വേട്ടയാടുന്ന സകല സങ്കടങ്ങളിൽ നിന്നും നിന്റെ കൂടെ ഇരുന്ന് നിന്നെ വിടുവിക്കാൻ കഴിവുള്ള യേശു ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. മനസ്സിനകത്ത് പറ, എന്നെ സകല സങ്കടം. ഇവിടെ യോസഫിന്റെ ചരിത്രമാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പം എഴുത്തുകാരൻ വിവരിക്കുകയാണ് യോസഫിനെ. ഗോത്രപിതാക്കന്മാർ യോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രയീമ്യർക്ക് വിറ്റുകളഞ്ഞു. ഈ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അസൂയ. എന്തുവാ അസൂയ. ഓർത്തോണ്ടേ, ചെറുക്കൊക്കെ നിന്നോട് എന്തുണ്ട്? സത്യത്തിൽ നമുക്ക് അസൂയപ്പെടേണ്ട ഒരനുഗ്രഹവും ഇല്ല നമ്മുടെ മേൽ. എന്നാലും ചിലർക്കൊക്കെ ചിലർക്ക് കുഞ്ഞസൂയം, ചിലർക്ക് വലിയ അസൂയമാണ്.